ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ റമദാൻ ഡേ എത്രയാണ്? 14. അപ്പൊ നമ്മൾ ഓക്കെ, അപ്പൊ ഇത്ര ദിവസം കൂടിയിട്ട് നമ്മള് ഫാമിലി എല്ലാം കൂടിയിട്ട് ഒന്ന് പുറത്തുനിന്ന് ഇഫ്താറാക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ അപ്പൊ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെല്ലാവരും കൂടി അപ്പോൾ എന്ന് യൂസ് ചെയ്യുന്ന കുറച്ച് കൂടുന്നുണ്ടല്ലേ, നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം. അപ്പം വീണ്ടും അപ്പോൾ തന്നെ ഓക്കെ, നമ്മളെല്ലാവരും കൂടിയിട്ട് ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തരെ പിക്ക് ചെയ്യുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് യാത്ര തുടരുകയാണ് ഗൈസ്. എവിടെയെങ്കിലും മിറർ എന്തെങ്കിലും റിഫ്ലക്ഷൻ അപ്പൊ അതിന് ഫാമിലി ഇല്ല, അതിന് ഫാമിലി ഉണ്ട്. അപ്പൊ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മളിന്ന് അൽസാജി പോവുകയാണ്. അൽസാജിലല്ല മമ്മു, അൽസാജിക്ക് കഴിഞ്ഞു തുർക്കിഷ് വണ്ടിയിൽ പോവാണ്. അപ്പൊ നമ്മള് നോമ്പ് എടുത്തിട്ട് അടുത്ത വീഡിയോ ഓക്കെ. ഇനി അതിനും എന്താ പറയാമെന്ന്? ഹലോ ഗായ്സ്, ഈ വീഡിയോന്റെ സമയം ഓൾമോസ്റ്റ് 5:52 അപ്പൊ നമുക്ക് അവിടെ എത്തുന്ന സമയം 6:10 ആകുമ്പോ അവിടെ കേറണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വണ്ടിയിൽ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു അൽസാജിന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് കുറച്ചും കൂടി ദൂരം പോവാനുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ട്രാഫിക്കും ബ്ലോക്കും എല്ലാം നിറഞ്ഞ നീണ്ട യാത്രയ്ക്ക് ശേഷം ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ തുർക്കിഷ് മജ്ലിസ്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നുണ്ട്, വീഡിയോ എടുക്കരുതെന്നായിരിക്കും. നമ്മൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നേരെ അകത്തോട്ട് കയറി. അപ്പോൾ പുറത്തുനിന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ക്യാപ്ഷനിൽ കണ്ട മാതിരി നമ്മളുടെ ഇന്നത്തെ ഇഫ്താർ എന്ന് പറഞ്ഞത് ഇസ്താൻബുൾ കൊച്ചിൻ ക്യാബിനിലാണ് ഗൈസ്. അതാണ് ആ ബാക്കിൽ കാണുന്ന ഐറ്റം. ഇവിടെയാണ് നമ്മുടെ ഇഫ്താർ ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും അകത്ത് കയറി. പക്ഷെ അകത്ത് ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത്ര നല്ല സുഖമുള്ള ലൈറ്റിംഗ് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ നല്ല വൈബിലാണ്. 2 എണ്ണം കൂടിയിട്ട് അങ്ങോട്ട് ആകെ ബഹളമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ വന്നിട്ടുണ്ടെന്ന്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പുറത്തിരിക്കുന്നവരെ പോലും സ്വസ്ഥമായിട്ട് ഇരുത്താത്ത 2 കുട്ടികളാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. കാര്യം ഞങ്ങളെല്ലാവരും കീരിയും പാമ്പാണെങ്കിലും ഒരാൾ സ്നേഹം കാണിക്കുന്നുണ്ട്, മറ്റാൾക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഞങ്ങൾ 3 പേരാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആളുകൾ. സ്റ്റാർട്ടേഴ്സ് പറയാൻ നമുക്ക് വാട്ടർമെലൺ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, വീട്ടിലുള്ള അതേ ഐറ്റംസ്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് സ്നാക്സ് എന്ന് പറയാൻ സമൂസ. ഈ സമൂസ കോംപ്ലിമെന്ററി എന്നാണ് അവർ പറഞ്ഞത്. സമൂസ ഇതേ പിള്ളേരെടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പൊ ഇതാണ് നമുക്ക്. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അല്ലേ ഉള്ളത് സുരുമള? അതെന്താ പൈനാപ്പിൾ ജ്യൂസ് ആണോ? യെസ്. ഇത്രയാണ് നമുക്ക് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇവരുടെ സംസാരം കേട്ട് അപ്പുറം ഇരുന്നവർ വിളിച്ച് സംസാരിക്കുന്നതാണ്. ഭയങ്കര ബഹളമായിരുന്നു. അപ്പുറം കുറച്ച് യൂത്തുകളായിരുന്നു ഗൈസ്. അവർ ഈ പിള്ളേരെ ഇട്ട് ട്രോളുന്നു, പിള്ളേർ തിരിച്ച് ട്രോളുന്നു. എന്തായാലും നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അതിനൊന്നും എത്തുന്നില്ല. പിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മമ്മു മമ്മു എന്നും പറഞ്ഞ് വിളി, പാത്തു പാത്തു എന്നും പറഞ്ഞ് വിളി. ഇതായിരുന്നു അപ്പുറന്നും ഇപ്പുറന്നും നല്ല വൈബായിരുന്നു. എന്തായാലും ഫൺ. എന്തൊക്കെ പറഞ്ഞാലും താഴെ ഇരിക്കില്ലാത്ത 2 പേരെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് കൺവിൻസ്ഡ് ആക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഫ്താറിൻ്റെ ഫസ്റ്റ് കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഇനി മെയിൻ കോഴ്സാണല്ലേ. നമ്മൾ ഇവിടുത്തെ സ്പെഷ്യലായ ഫുഡ് എന്തൊക്കെയാണെന്ന് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മസാല ഷവായി, പിന്നെ തുർക്കി ഷവായി, ഇത് മന്തി. ഓക്കെ, അങ്ങനെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. കിട്ടിലും സാധനമായിരുന്നു രണ്ടും. ഇത് മസാല ആണെങ്കിലും തുർക്കിഷ് ആണെങ്കിലും അടിപൊളി നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു കേട്ടോ. കാണാൻ പ്രസൻറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല, കാരണം ഒന്നാമത് ലൈറ്റിങ് ശരിയല്ല, അത്രയൊക്കെ തന്നെ. പിന്നെ നമ്മുടെ പിള്ളേർക്ക് എവിടെ പോയാലും പൊറോട്ട വേണം. സോ ഇവർക്ക് പൊറോട്ട, ബീഫ് എന്തൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും, ഞാനൊക്കെ ഫുഡെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുള്ളൂ ഗൈസ്. ആ ഒരവസ്ഥ പാവം ഇരുന്ന് എരിപിരി കൊള്ളുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഓർഡർ ചെയ്തിട്ടോ. മധുഹൂത്തും പിന്നെ അൽഫാമായിരുന്നു. അൽഫാം എനിക്കല്ല, ഞാൻ മധുഹൂത്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുഴപ്പമില്ല, നല്ലൊരു മധുഹൂത്തായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായത് കുറച്ചും കൂടി മറ്റേ ഷവായ ആയിരുന്നു. ഓക്കെ, എങ്ങനെയൊക്കെ അപ്പോൾ എന്ന് അവോയ്ഡ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് അപ്പോൾ കയറി വരും. അപ്പോൾ ഇത് അപ്പുറത്തെ ക്യാബിനിലുണ്ടായിരുന്ന പിള്ളേരായിരുന്നു കേട്ടോ. അവർക്ക് ഷേക്കാൻ്റെയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. സോ ഇതാണ് ഗൈസ് നമ്മൾ വന്ന തുർക്കിഷ് മജ്ലിസ്. ആലുവയിലാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇവിടെ പോകാത്തവരൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ 14th നോമ്പ് റമദാൻ 14th ചെയ്തതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ലാഗായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ഓക്കെ, അപ്പോൾ റമദാൻ തീരാറാകുമ്പോഴത്തേക്കും ഞാനിത് അപ്ലോഡ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പോയി ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മറൈൻ ഡ്രൈവ് പിടിക്കാമെന്ന് ഓർത്ത് ഇരിക്കുമ്പോഴാണ് ചിലവർക്ക് ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം. അപ്പോൾ ഇവിടെ ജ്യൂസി ഉണ്ട്, അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ് കേട്ടോ. കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് ഇച്ചിരി അപ്പുറം മാറി പാർക്ക് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം കൊച്ചിയിലെ നൈറ്റ് ലൈഫ് എനിക്കിഷ്ടമാണ് കേട്ടോ. വെറുതെ ഇറങ്ങി ഇതിൽ കൂടെ നടക്കുക എന്നുള്ളത് പറഞ്ഞ ഒരു വൈബ് തന്നെയാണ് ഗീസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് നടന്ന് പതിയെ ജ്യൂസ് എത്താറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് മിസ്സായിട്ടുണ്ടായിരുന്നു. എവിടെ പോയി എന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ചെന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഒരു കാഴ്ച കാണുന്നേ. ആളെവിടെയെന്ന് തപ്പി നടക്കുന്നു. ജ്യൂസ് എത്തി, ആളുകളെ കാണാനില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദേന ഒരാൾ കയറിയിരിക്കുന്നു. ഞങ്ങൾ ചെന്നതും വന്നതും ഒന്നും അറിയാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എന്തിനാന്ന് പോലും അറിയാതെ ഇരിക്കുന്നു പാവം. പിന്നെ കൂട്ടത്തിൽ 2 എണ്ണത്തിനെ കാണാനുണ്ടായില്ല. നല്ല അച്ചടക്കമുള്ള പിള്ളേരായതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് അവരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും അകത്ത് കയറി. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നല്ലേ. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ദേന വേറൊരാൾ പുറത്ത്. ആൾ വരുന്നില്ല എന്ന് പറഞ്ഞ് കാറിലിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് മൈ ഡാഡി. സോ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും അകത്ത് കയറി നമുക്ക് ഓരോ ഐറ്റംസായിട്ട് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇവിടുത്തെ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് കയറിയതാണ് കേട്ടോ. നമുക്ക് നോക്കാം ഓരോന്ന്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട്
ഇത് വന്നിട്ട് നമ്മുടെ ചില്ലി സോഡ. ഓക്കെ, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ സൗണ്ട് ഒന്നും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമായിട്ട് ട്രൈ ചെയ്തില്ല. പക്ഷെ ട്രൈ ചെയ്തവരുടെ ഒരു നിരീക്ഷണവും അവരുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് സംഭവം അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ താഴെ ഒരു ചെറി കിടപ്പുണ്ട് കേട്ടോ. സാധനം ഓർഡർ ചെയ്യും, പക്ഷെ ഒന്നും തൊട്ട് നോക്കില്ലാത്തൊരു നല്ല കൊച്ചാണ് ഈ ഒരു കൊച്ച്. അങ്ങനെ കൊച്ച് പിണക്കം കൂടി ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ മമ്മു ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഐറ്റം വരുന്നത് സിസിലിംഗ് ബ്രൗണി. സംഭവം കിടിലം പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പ്രസൻറ്റേഷൻ മാത്രമല്ല ഗൈസ്, ടേസ്റ്റും അടിപൊളിയായിരുന്നു. നല്ല കിടിലൻ സാധനമായിരുന്നു. സംഭവം കൊള്ളാം. നല്ല ഐസ്ക്രീമും നല്ല ഹോട്ട് ചോക്ലേറ്റും ബ്രൗണിയും എല്ലാം കൂടിയിട്ട് ഫുള്ളി അടിപൊളിയായിട്ടുണ്ട്. മമ്മൂസിൻ്റെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കണ്ടറിയാലോ സംഭവം അടിപൊളിയായിരുന്നു എന്ന്. ടേസ്റ്റിൻ്റെ അല്ല കേട്ടോ, അവനക്ക് കാഴ്ചയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നിട്ടും ഒരാളിവിടെ ഹാപ്പി ആയിട്ടില്ല. ആൾ അടുത്ത സെക്ഷൻ ഐറ്റത്തിന് ഓർഡർ ചെയ്തൊക്കെയാണ്. അതും വേസ്റ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ കരച്ചിൽ നിർത്താൻ വേണ്ടി അങ്ങ് ഓർഡർ ചെയ്ത് കൊടുക്കും, തൊട്ടുപോലും നോക്കില്ല. അങ്ങനെ ജ്യൂസിൽ കയറി മണിക്കൂറുകൾ പോയറിഞ്ഞില്ല. പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവ് എന്നുള്ളത് പ്ലാൻ വെട്ടിയിട്ട് നേരെ ലുലുവിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരേ ഒരു കരച്ചിൽ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അനിമൽസിനെ കാണാൻ പോകണം. അപ്പോൾ എന്നെ വിളിക്കുന്ന ആൾക്കാണ് കാണുന്നത്. പിന്നെ പിണക്കായി കരച്ചിലായി, എന്നാൽ പിന്നെ അങ്ങ് കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ട് നമ്മളെല്ലാവരും കൂടി, നമ്മളെല്ലാം ഞാനും 2 പിള്ളേരും കൂടിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ ഇഫ്താറിൻ്റെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലുലുവിൽ വന്നിട്ടാണ്. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് വളരെ ടയേർഡാണ്. ബാക്കിയുള്ളവരൊക്കെ അപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ലോഗ്. അപ്പോൾ ഈ ഇഫ്താർ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും.